ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ 7ൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിക്ഷനാണ്. എവിക്ഷൻ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ബിൻസിയാണ് എവിക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ RJ ബിൻസിയാണ് എവിക്റ്റ് ആയിട്ടുള്ളത്. ബിൻസിക്ക് വോട്ട് നില വളരെ കുറവായിരുന്നു. നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റ്സിലൊക്കെ ബിൻസിയുടെ വോട്ടിംഗ് നില വളരെ കുറവായിരുന്നു. അത് കാരണം തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു എവിക്ഷൻ തന്നെയാണ് ബിൻസിയുടേത്. ബിൻസിയുടെ ഗെയിമിംഗ് എന്ന നിലയിൽ ബിൻസി കുറച്ച് വീക്കുമായിരുന്നു. കുറച്ച് നിലപാടുകളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഷോയിൽ പരിഗണിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി ബിൻസിക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും ഏകദേശം ബിൻസി ഔട്ടാവും എന്നുള്ളത് ഒരു തന്ന കാര്യമായതുകൊണ്ട് അത്ര വലിയ സർപ്രൈസ് ഒന്നും ആയില്ല. ബിൻസി നല്ല സ്റ്റേണായിട്ട് തന്നെ നിന്നു. അധികം കരച്ചിലും പിടിച്ചിലും ഒന്നും ഇല്ലാതെ ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അധികം ആളുകൾക്കും പ്രത്യേകിച്ച് ഷോക്കായിട്ടൊന്നും ആർക്കും എന്താ പറയുക, ഇൻമേറ്റ്സിനൊന്നും പ്രത്യേകിച്ചൊരു ഷോക്കായിട്ടുള്ളതൊന്നും തോന്നിയിട്ടില്ല. നല്ല സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരോടും നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കാനും പറഞ്ഞ് ഞാനും നല്ല സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ബിൻസി ഒരു ഓട്ടോയിൽ കയറിയിട്ട് ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം ലാലേട്ടനോടും ബിൻസി നല്ല സ്ട്രോങ് ആയി തന്നെ ഇതൊരു ഗെയിമാണ്, ഞാൻ ആ ഗെയിം സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നല്ല സ്ട്രോങ് ആയി നിന്നു. പക്ഷേ അതിനുശേഷം വീടിൻ്റെ ഉള്ളിലെ മൊമെൻറ്റ്സ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ബിൻസിയുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. പിന്നെ കരയാനൊക്കെ തുടങ്ങി. എന്നിരുന്നാലും നല്ല സ്ട്രോങ് ലേഡി ആയിരുന്നു. പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു പ്രോഡക്റ്റ് അല്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് മെറ്റീരിയൽ അല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബിൻസി. പലപ്പോഴും ഉറക്കത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഗെയിമൊക്കെ കണ്ടാൽ ചിലപ്പോൾ തോന്നും. പിന്നെ എന്താ പറയുക, അത്ര ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണെന്നും നമുക്കാർക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നല്ല സുന്ദരി കുട്ടിയായിരുന്നു, കാണാനും നല്ല അടിപൊളിയാണ്, നല്ല സംസാരമാണ് ഒക്കെ. എന്താ കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ബിൻസിക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തായാലും ഇനി കൂടുതൽ എവിക്ഷനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നാളെ ഇനി ഒരു എവിക്ഷനും കൂടെയുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രയും പേര് ബാക്കി നോമിനേഷൻ ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. സോ ഐ വിൽ സീ യു ടുമോറോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ഡു കമൻറ്റ്.